Hello everyone, welcome to my classes. UGC NET June 2025 എക്സാം ഇന്ന് ജൂൺ 25 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് 2 ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാം ഉണ്ടായിരുന്നത്. സോ ഈ 2 ഷിഫ്റ്റിലും ആയിട്ട് പേപ്പർ 1 ചോദിച്ചിട്ടുള്ള മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ സെയിം ടോപ്പിക്കിൽ നിന്ന് ജാനുവരി 2025 എക്സാമിനും അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടന്നിട്ടുള്ള UGC NET എക്സാമിനും ചോദിച്ച ചോദ്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് നോക്കാം. സ്വയംപ്രഭ ചാനൽസ്, കോഗ്നിറ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്, ബ്ലൂംസ് ടാക്സോണമി, ആന്ത്രഗോഗി, അതുപോലെ തന്നെ ഇവാലുവേഷൻ ടൈപ്സ്. അപ്പോൾ ഇവാലുവേഷൻ ടൈപ്സിൽ തന്നെ നമുക്കറിയാം ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. പ്ലേസ്മെന്റ് ഇവാലുവേഷൻ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, നോം റെഫറൻസ് ഇവാലുവേഷൻ, ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേഷൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് ഇവാലുവേഷൻ ആൻഡ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇവാലുവേഷൻ. അപ്പോൾ ഈ എല്ലാ ടോപ്പിക്കുകളും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ഈ എല്ലാ ടോപ്പിക്കുകളും റിലേറ്റഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ ഈ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ എല്ലാ ടോപ്പിക്കും ഒന്ന് ജസ്റ്റ് വീഡിയോ കണ്ടിട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആണ്. സോ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് മാസ് മീഡിയ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മാസ് മീഡിയ റിലേറ്റഡ് ആയിട്ടാണ് തോന്നുന്നു ഒരു എന്താ പറയുക ഫിലിമിൻ്റെ നെയിം തന്നിട്ട് RRR, ബാഹുബലി അങ്ങനെ കുറച്ച് ഫിലിമുകളുടെ നെയിം തന്നിട്ട് അത് എനിക്ക് തോന്നുന്നു റിലീസ് ചെയ്ത വർഷത്തിനെ ബേസ് ചെയ്തിട്ടാണ് തോന്നുന്നു അറേഞ്ച് ചെയ്യാനോ അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്നല്ല പറയുന്നുണ്ടായിരുന്നു സ്റ്റുഡൻസ്. അതുപോലെ തന്നെ 5 C's ഓഫ് സിനിമാറ്റോഗ്രഫി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ് കേട്ടോ. 5 C's ഓഫ് സിനിമാറ്റോഗ്രഫി, അതൊന്ന് നോട്ട് ചെയ്യണേ. 5 C's എന്ന് പറയുന്നത് ക്യാമറ, കണ്ടിന്യൂയിറ്റി, കട്ടിങ്, ക്ലോസപ്പ്, കമ്പോസിഷൻ ആണ്. ഓക്കെ, അപ്പോൾ 5 C's ഓഫ് സിനിമാറ്റോഗ്രഫി റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അത് മാസ് മീഡിയയിൽ വരുന്നതാണ്. പിന്നെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ബാരിയേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബാരിയേഴ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, ലാംഗ്വേജ് ബാരിയേഴ്സ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, കൾച്ചറൽ ബാരിയേഴ്സ്, സെമാൻറ്റിക് ബാരിയേഴ്സ്. എന്താ സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്? മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് വേർഡ്സ് ഓർ സിമ്പിൾസ് ഡ്യൂ ടു ആംബിഗ്യസ് ലാംഗ്വേജ് ഓർ ഡിഫറിങ് ഇൻ്റർപ്രിട്ടേഷൻ. അതായത് നമ്മുടെ ലാംഗ്വേജിലോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിലുള്ള ഡിഫറൻസ് കാരണം. ഓക്കെ, അത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം കേരളത്തിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ വേർഡ്സ് ആയിരിക്കില്ല മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ ഒരു സെയിം സാധനത്തിന് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് കാരണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് കൊണ്ട് വരുന്ന ബാരിയേഴ്സ് ആണ് സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടെക്നോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, അതായത് സ്ട്രക്ചറൽ ഇഷ്യൂസ് വിത്തിൻ ഓർഗനൈസേഷൻ ദാറ്റ് ഇൻവൈഡ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ICT ആണ്. സോ ICT റിലേറ്റഡ് ആയിട്ട് മെമ്മറി റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ടോപ്പോളജി റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താ ടോപ്പോളജി എന്ന് പറയുന്നത്? നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി അറേഞ്ച്മെന്റ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ലൈക്ക് നോഡ്സ്, ലിങ്ക്സ് ഓർ ഡിവൈസസ് ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് എ വേ ഡിവൈസസ് ആർ കണക്റ്റഡ് ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ പല പല ഡിവൈസസ്, അതായത് നോഡ്സ്, ലിങ്ക്, ഡിവൈസസ് ഇതെല്ലാം ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോപ്പോളജി എന്ന് പറയുന്നത്. It defines how these components are connected and how data transfer between the network. Okay, different types of topologies വരുന്നുണ്ട്. point to point topology, bus topology, star topology, ring, mesh, tree topology and hybrid topology. Okay, അപ്പോൾ ഈ ഓരോ ടോപ്പോളജീസ് പേര് മാത്രമല്ല, ജസ്റ്റ് അത് എന്താണെന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ICT ചോദിച്ചിരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ RFID, അത് എക്രോണിം എന്നുള്ള രീതിക്ക് ചോദിച്ചിരുന്നേ തോന്നുന്നു, ഫുൾ ഫോം എന്നുള്ള രീതിയിൽ. അപ്പോൾ RFID എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ എന്നാണ്. ഓക്കെ, സോ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ യൂസസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സ് ടു ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ആൻഡ് ട്രാക്ക് ടാഗ്സ് അറ്റാച്ച്ഡ് ടു ഒബ്ജക്ട്സ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ RFID ടാഗ്സ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻ ഷോപ്സ് ടു എക്സ്പീഡിയേറ്റ് ചെക്ക് ഔട്ട് ആൻഡ് ടു പ്രിവെന്റ് തെഫ്റ്റ് ബൈ കസ്റ്റമേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അതായത് ഇപ്പോൾ നമ്മുടെ ചില ഷോപ്പുകളിലൊക്കെ ഈ RFID ടാഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ എംപ്ലോയീസോ അതല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആരെങ്കിലും കസ്റ്റമേഴ്സ് ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക RFID ടാഗ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് RFID ഫുൾ ഫോം എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ എന്നാണ്. അതുപോലെ തന്നെ ICTയിൽ ട്രോജൻ ഹോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ട്രോജൻ ഹോഴ്സ് എന്താണെന്ന് നമുക്കറിയാം, അതൊരു മാൽവെയർ ആണ്. അപ്പോൾ ട്രോജൻ ഹോഴ്സ് പോലെ തന്നെ ഒരുപാട് മാൽവെയേഴ്സ് ഉണ്ട്. ഇതെല്ലാം റിലേറ്റഡ് ആയിട്ട് നമ്മൾ 250 PYQ സീരീസ് ചെയ്യുന്ന സമയത്ത് ICTയിൽ മാൽവെയർ എന്നുള്ളൊരു ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. കാരണം ഈ ഒരു എക്സാമിന് ട്രോജൻ ഹോഴ്സ് റിലേറ്റഡ് ആണ് ചോദിച്ചത്. അപ്പോൾ അടുത്ത എക്സാമിന് മാൽവെയേഴ്സിൽ വേറെ ഏതെങ്കിലും മാൽവെയേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക കേട്ടോ. പിന്നെ അടുത്ത DNS റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. DNS എന്ന് പറയുന്നത് ഡൊമെയിൻ നെയിം സിസ്റ്റം, അതിന്റെ ഷോർട്ട് ഫോം ആണ് DNS എന്ന് പറയുന്നത്.
It is a phone book of the internet. Human access information online through domain names like nighttimes.com or espn.com, etc. Web browsers interact through internet protocol addresses. DNS translate domain names to IP address so browsers can load internet resources. DNS serves eliminate the need for humans to memorize IP address. അതായത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, IP address എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് അല്ലേ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ടേം അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DNS എന്ത് ചെയ്തോളും, നമ്മളെ ഹെൽപ്പ് ചെയ്തോളും. ഓക്കെ, അപ്പോൾ അതാണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ DNS ഡൊമൈൻ നെയിം സിസ്റ്റം. ഇനി അടുത്തത് മാത്തമാറ്റിക്കൽ റീസണിങ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് പറയുന്നത് ലെറ്റർ സീരീസ് റിലേറ്റഡ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, നമ്പർ സീരീസ് റിലേറ്റഡ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലെറ്റർ സീരീസ് ആണെങ്കിലും നമ്പർ സീരീസ് ആണെങ്കിലും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്, എന്തൊക്കെ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ ഒരു നമ്മൾ 250 PYQ സീരീസിന്റെ ഭാഗമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്പർ സീരീസ് റിലേറ്റഡ് ആയിട്ട് ഒരു റോങ് നമ്പർ സീരീസ് ആണ് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അത് ഇതാണ് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ. ജസ്റ്റ് എന്തായാലും നമുക്കിതൊന്ന് നോക്കാം. 3, 12, 36, 144, 432, 1738 ഇതായിരുന്നു ആ ഒരു സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള നമ്പറാണ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പർ കാണുമ്പോൾ എന്തെങ്കിലും ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് നോക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നിയത് 3നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താലും നമുക്ക് 12 വരിക. 3 × 4 ആണ് 12 എന്ന് പറയുന്നത് അല്ലേ. 3 × 4, 4 3 ആണ് 12 എന്ന് പറയുന്നത്. സോ 12നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 36 കിട്ടുന്നത് അല്ലേ. ഇനി 36നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താലും 144 എന്ന് നോക്കുക. അപ്പോൾ 36നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 144 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം ഇൻറ്റു 4 ചെയ്യുന്നു, പിന്നെ ഇൻറ്റു 3, പിന്നെ ഇൻറ്റു 4, പിന്നെ ഇൻറ്റു 3, പിന്നെ ഇൻറ്റു 4, അങ്ങനെയാണ് ആ പാറ്റേൺ വരുന്നത്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് 432 വരെ കറക്റ്റ് ആണ്. പക്ഷെ 432നെ എന്താ പറയുക 4 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് 1728 എന്നാണ് വരുന്നത്, 1738 അല്ല വരുന്നത്. അപ്പോൾ ആ ഒരു നമ്പർ എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ റോങ് നമ്പർ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു നമ്പർ സീരീസിൽ. പിന്നെ അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ടൈം ആൻഡ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ മെമ്മറി ബേസ്ഡ് ആയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ എല്ലാ ടോപ്പിക്കും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 250 PYQ സീരീസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള മെത്തേഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള ടോപ്പിക്കുകളുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണുക കേട്ടോ. ഇനി അടുത്ത റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. സോ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഓർ സാമ്പിളിംഗ് ടെക്നിക്സ് റിലേറ്റഡ് ആയിട്ട്, റാൻഡം സാമ്പിളിംഗ്, നോൺ റാൻഡം സാമ്പിളിംഗ്, അതെല്ലാം റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ടൈപ്സ് ഓഫ് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ സാമ്പിളിംഗ് ടെക്നിക്സ് ആണെങ്കിലും അതുപോലെ ടൈപ്സ് ഓഫ് റിസർച്ച് ഓൾമോസ്റ്റ് ഒരു 28 ടൈപ്സ് ഒക്കെ ഉണ്ട്. അത്രയും ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ ആ വീഡിയോസ് എന്തായാലും കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ ഹൈപ്പോത്തിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. മുഴുവനായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ടൈം കൂടുതൽ പോവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഹൈപ്പോത്തിസിസിന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻക്രീസിംഗ് ദി എമൗണ്ട് ഓഫ് ഡെയിലി ഫിസിക്കൽ എക്സസൈസ് വിൽ ലീഡ് ടു എ റിഡക്ഷൻ ഇൻ സ്ട്രെസ് ലെവൽസ് എമംഗ് ദ കോളേജ് സ്റ്റുഡൻസ്. അതായത് നമ്മളിപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ഡെയിലി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സ്ട്രെസ് ലെവൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്, 2 വാരിയബിൾസ് വരുന്നുണ്ട് അല്ലേ. ഒന്ന് എക്സസൈസ്, മറ്റേത് എന്താണ്, സ്ട്രെസ് ലെവലാണ്. അപ്പോൾ എക്സസൈസ് ചെയ്താൽ സ്ട്രെസ് ലെവൽ കുറയും അല്ലേ. എക്സസൈസ് ചെയ്തില്ലെങ്കിൽ സ്ട്രെസ് ലെവൽ എന്ത് ചെയ്യില്ല, കുറയില്ല. അപ്പോൾ അതാണ് വരുന്നത്. ഇവിടെ 2 വാരിയബിൾസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇറ്റ്സ് എ സ്പെസിഫിക് ടെസ്റ്റബിൾ പ്രഡിക്ഷൻ or statement that suggests an expected relationship between variables in a study. ഓക്കെ, ബാക്കി നിങ്ങൾ വായിക്കുക കേട്ടോ. പിന്നെ ഹൈപ്പോത്തിസിസിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്, ടെസ്റ്റബിൾ, സ്പെസിഫിക്, പ്രഡിക്റ്റീവ്, അതെല്ലാം. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ വന്നിട്ടുള്ളത് മീൻ മീഡിയൻ മോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ശരിക്കും ഒരു പ്രോബ്ലം പോലത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ സ്റ്റുഡൻസ് പറയുന്നത് എന്താ വെച്ചാൽ അത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് മുന്നേ ഉള്ള എക്സാംസിനും, ജാനുവരി എക്സാംസിനും അതുപോലെ ഇതിന് മുന്നേ കഴിഞ്ഞ വർഷത്തെ ജൂൺ എക്സാമിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് മുന്നേ 2, അതായത് ജാനുവരി എക്സാമിനും ജൂൺ എക്സാമിനും ഈ മീൻ മീഡിയൻ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളതാണ്. അത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളതൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അറേഞ്ച് ദ ഡാറ്റ സെറ്റ്സ് വിത്ത് ദ ഫോളോയിങ് മീൻസ്. ഇവിടെ നമുക്ക്
മീൻ തന്നിട്ടുണ്ട് എക്സ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ തന്നിട്ടുണ്ട് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദയർ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഈ ഇതിലൊരു 6 ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നുണ്ട്. ഈ 6 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് റിപ്പീറ്റഡ്ലി പല ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്ന് ഇപ്പോൾ 2 ഷിഫ്റ്റിലും ചോദിച്ചു എന്നാണ് സ്റ്റുഡൻസ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും തന്നെയായിരിക്കും അടുത്ത ഷിഫ്റ്റുകളിലും ചോദിക്കുന്നുണ്ടാവും, മാറി മാറിയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ 3 ടൈപ്പ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ 3 ടൈപ്പും ചെറിയ ചെറിയ ഫോർമുലകളാണ്. അപ്പോൾ അത് എന്തായാലും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഈ ഒരു ടൈപ്പ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് ഫസ്റ്റ് ടൈപ്പ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമുക്ക് സിഗ്മയും മീനും ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ സിഗ്മയും മീനും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ വാല്യൂസിനെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സിഗ്മയും മീനും തന്നു കഴിഞ്ഞാൽ ഫോർമുല എന്ന് പറയുന്നത് കോവാരിയൻസ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ മീൻ ആണ്. ചെറിയ ഫോർമുലയാണ് കേട്ടോ, പഠിച്ചു വയ്ക്കാൻ വളരെ എളുപ്പമുള്ള ഫോർമുലയാണ്. സോ കോവാരിയൻസ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ മീൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നും എന്ത് ചെയ്യുക, സിഗ്മ ബൈ മീൻ കണ്ടുപിടിക്കുക. അപ്പോൾ എയിൽ നമുക്ക് തന്നിട്ടുള്ള സിഗ്മ 4.3 ആണ്, മീൻ എന്ന് പറയുന്നത് 13.8 ആണ് അല്ലേ. അപ്പോൾ 4.3 ഡിവൈഡഡ് ബൈ 13.8 കാണുക. അപ്പോൾ 3.8 ഡിവൈഡഡ് ബൈ 12.7, 5.7 ഡിവൈഡഡ് ബൈ 14.9, 4.7 ഡിവൈഡ് ബൈ 14.1 കാണുക. അപ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഈ വാല്യൂസിനെ നമ്മളോട് എങ്ങനെ ഏത് ഓർഡറിലാണ്, ഡിക്രീസിങ് ഓർഡർ, അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ അറേഞ്ച് ചെയ്യുക. അപ്പോൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഫസ്റ്റ് വരുന്നത് 0.382 ആയിരിക്കും അല്ലേ, വലിയ നമ്പർ. പിന്നെ വരുന്നത് 0.333 ആയിരിക്കും, പിന്നെ 0.311 ആയിരിക്കും, പിന്നെ 0.299 ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് CDAB. ഓക്കെ, ഇതേ സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈ സെയിം ഫോർമുല തന്നെ കേട്ടോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെയാണ് ഈ സിഗ്മ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഓർഡർ ചെയ്യുക. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. ഇനി സെക്കൻഡ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. അതായത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്, അതായത് TSS തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റെസിഡ്വൽ സം ഓഫ് സ്ക്വയേഴ്സ് RSS തന്നിട്ടുണ്ട് ഒരു കോളത്തിൽ. അടുത്ത ലിസ്റ്റിൽ നമുക്ക് R⁻², അത് R⁻² ആണ്, R⁻² തന്നിട്ടുണ്ട്, അതായത് റിഗ്രഷൻ മോഡൽ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതും ചെറിയ ഫോർമുല തന്നെയാണ് കേട്ടോ. R² is equal to 1 minus RSS by TSS. അപ്പോൾ ഫോർമുല പഠിച്ചു വയ്ക്കുക. R² is equal to 1 minus RSS by TSS. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നും ഓരോ ABCD നമ്മൾ ചെയ്യണം. അപ്പോൾ A ചെയ്യുകയാണെങ്കിൽ 1 minus 25 by 60 ചെയ്യണം. B എന്ന് പറയുമ്പോൾ 1 minus 35 by 75, C ആകുമ്പോൾ 1 minus 30 by 70, D ആകുമ്പോൾ 1 minus 40 by 75. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് മാച്ച് ചെയ്യുക, അത്രേ വേണ്ടുള്ളൂ. ഫോർമുല ഓർത്ത് വയ്ക്കുക. ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. RSS TSS തന്നിട്ടുണ്ട്, നമുക്ക് അപ്പുറത്ത് വാല്യൂസ് തന്നിട്ടുണ്ട്. മാച്ച് ചെയ്യാണ് വേണ്ടത്. എന്ത് ചെയ്യുക, ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. R² is equal to 1 minus RSS by TSS. ഫോർമുലയൊക്കെ വളരെ ചെറുതാണ്, പഠിച്ചു വയ്ക്കുക അല്ലേ. ചെറിയ ചെറിയ ഫോർമുലയാണ്, പെട്ടെന്ന് പഠിച്ചു വയ്ക്കാൻ പറ്റുന്നതാണ്. മൂന്നേ ടൈപ്പേ ഉള്ളൂ, എന്തായാലും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഈ ഒരു രീതിയാണ്. അതായത് കോവാരിയൻസ് XY നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ സെറ്റ്സും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എസ്റ്റിമേറ്റ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആൻഡ് അറേഞ്ച് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ കോവാരിയൻസ് ഓഫ് XY 2 വേരിയബിൾ ഉണ്ട്. XY തന്നിട്ടുണ്ട്, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് Xഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് Yയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഫോർമുല എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഇവിടുത്തെ ഒരു വ്യത്യാസം എന്താ, ഇവിടെ 2 വേരിയബിൾ ഉണ്ട് കേട്ടോ. കോറിലേഷൻ കോഎഫിഷ്യന്റ് is equal to covariance XY divided by SD of X into SD of Y. ഇതും ചെറിയ ഫോർമുലയാണ് കേട്ടോ. അപ്പോൾ ഇതും പഠിച്ചു വെക്കുക. കോറിലേഷൻ കോഎഫിഷ്യന്റ് is equal to covariance XY divided by SD of X into SD of Y. ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക, ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും അല്ലേ. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ആൻസറിന് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനാണ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഓർഡറിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫോർമുല പഠിച്ചു വെക്കുക, അത് മറക്കരുത്. സെയിം അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ടോ കോവാരിയൻസ് ഓഫ് XY തന്നിട്ടുണ്ട്, SD of X തന്നിട്ടുണ്ട്, SD of Y തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഓർഡറിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിലും ഫോർമുല തന്നെയാണ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് is equal to covariance XY divided by SD of X into SD of Y ആണ്. ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നമുക്ക് ആൻസർ കിട്ടും. ഓർഡറിലാക്കുക. ഓക്കെ,
അപ്പോൾ 3 ടൈപ്പാണ്. പല ഷിഫ്റ്റുകളിലും റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ഇതിലുള്ള ഒരു ടൈപ്പ് തന്നെയാണ് ഇന്ന് 2 ഷിഫ്റ്റുകളിലും ചോദിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് അടുത്ത ഷിഫ്റ്റുകളിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാലോ 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ചെറിയ ചെറിയ ഫോമിലാണ് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ക്യോട്ടോ പ്രോട്ടോകോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കി നോക്കുക കേട്ടോ. അതുപോലെ മോൺട്രിയൽ പ്രോട്ടോകോൾ ചോദിച്ചിട്ടുണ്ട്, അതും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അടുത്തത് വാട്ടർ പ്യൂരിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് കഴിഞ്ഞ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നോക്കാം. സോ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1 വാട്ടർ ട്രീറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്, ലിസ്റ്റ് 2 പ്രോസസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളതിനെ മാച്ച് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ലിസ്റ്റ് 1 പ്രൈമറി, സെക്കൻഡറി, ടേഴ്ഷ്യറി ആൻഡ് അഡ്വാൻസ്ഡ് ആണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 പ്രോസസ്സ്, അതായത് ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് വേസ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആക്ടിവേറ്റഡ് ചാർക്കോൾ എക്സെട്ര, ഓസോണൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ ബൈ അൾട്രാവയലറ്റ് റേസ്, removal of large pieces such as stick, stone, rags, plastic, etc. Removal after flocculation and coagulation of wastes. അപ്പോൾ ഇതിൽ ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ എ എന്ന് പറയുന്നത് പ്രൈമറി എന്ന് പറയുന്നത് എന്താ പറയുക, റിമൂവൽ ഓഫ് ലാർജ് പീസസ് സച്ച് എസ് സ്റ്റിക്ക്, സ്റ്റോൺ, റാഗ്, പ്ലാസ്റ്റിക് എക്സെട്ര. നമ്മൾ ഈ വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ മഴവെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നത്, ആ ഒരു പ്രോസസ്സാണ് ഇവിടെ പറയുന്നത് കേട്ടോ, വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചില വീടുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്താ പറയുക, റൂഫിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് എന്താ പറയുക കിണറിലേക്ക് ഒഴുക്കി വിടുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണിത്. അപ്പോൾ ഇതിൽ പ്രൈമറി ആയിട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ലാർജ് പീസസ് സച്ച് എസ് സ്റ്റിക്ക്, സ്റ്റോൺ, റാഗ്, പ്ലാസ്റ്റിക് എക്സെട്ര അതാണ് ചെയ്യുന്നത്. അടുത്തത് സെക്കൻഡറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിമൂവൽ ആഫ്റ്റർ ഫ്ലൊക്കുലേഷൻ ആൻഡ് കോഗുലേഷൻ ഓഫ് വേസ്റ്റസ് ആണ്, അതാണ് ചെയ്യുന്നത്. ടേഴ്ഷ്യറി എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് വേസ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണ്. അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് ഓസോണൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ ബൈ അൾട്രാവയലറ്റ് റേസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇപ്രാവശ്യം ചിലപ്പോൾ ഇതുപോലെ എന്താ പറയുക മാച്ച് ദ ഫോളോയിങ് ആയിരിക്കില്ല, ചിലപ്പോൾ ഷഫിൾ ചെയ്ത് തന്നിട്ട് ഓർഡറിലാക്കാൻ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം കേട്ടോ. ഇനി അടുത്തത് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ വെച്ചാൽ ശാരദാപീഠ് യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ടുണ്ടായിരുന്നു പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ശാരദാപീഠ് ടെമ്പിൾ യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ വിക്രംശില യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നു. വിക്രംശില യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ട് ഞാൻ നമ്മുടെ 250 PYQ സീരീസിലെ ഫസ്റ്റ് വീഡിയോ, ഹയർ എഡ്യൂക്കേഷൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ആൻഷ്യൻ യൂണിവേഴ്സിറ്റീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വിക്രംശിലേനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാക്കി ആൻഷ്യൻ യൂണിവേഴ്സിറ്റീസ് ഷോർട്ട് വീഡിയോ ആയിട്ട് പ്ലേലിസ്റ്റിൽ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാം ഷോർട്ട് വീഡിയോസ് ആണ്, കിട്ടും കേട്ടോ. പിന്നെ അടുത്തത് നാഷണൽ നോളജ് കമ്മീഷൻ, അതുപോലെ AICTE, NAC, NCTE, NCRF, ഇതെല്ലാം എന്താ പറയുക, നാഷണൽ നോളജ് കമ്മീഷൻ, എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഇതിനെല്ലാം പറ്റിയിട്ട് നമ്മൾ ഈ 250 PYQ സീരീസിൻ്റെ 3 വീഡിയോസ് ഹയർ എഡ്യൂക്കേഷൻ ഉള്ളത്. ആ 3 വീഡിയോ കണ്ടാൽ തന്നെ ഒരുവിധം എല്ലാ പോയിന്റ്സും അതിൽ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ AICTE, NAC, NCTE, NCRF എന്ന് പറയുന്നത് എക്രോണിംസ് മാച്ച് ചെയ്യാനോ അതല്ലെങ്കിൽ ഇവരുടെ ഫങ്ഷൻസ് മാച്ച് ചെയ്യാനാണോ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുവിധം എല്ലാം നോക്കി വെക്കുക. അപ്പോൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എക്രോണിംസ് ഫുൾ നെയിം ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അതല്ല ഈ പറഞ്ഞ പോലെ ഫങ്ഷൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുക, ഉണ്ടായിരിക്കും, ഉറപ്പായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ കമ്മീഷൻ റിലേറ്റഡ്, യശ്പാൽ കമ്മിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പറയുന്നു. അപ്പോൾ യശ്പാൽ കമ്മിറ്റീനെ പറ്റിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് യശ്പാൽ കമ്മിറ്റി? ഇത് പറയുന്നത് 2009 മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് MHRD ആണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നത്. ഈ ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുന്നത് ഓൺ ഹയർ എഡ്യൂക്കേഷൻ നോൺ ആസ് യശ്പാൽ കമ്മിറ്റി. ഓക്കെ, ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ യശ്പാൽ ആയിരുന്നു. ഇതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ എക്സാമിനിങ് റിഫോംസ് ടു ബി ബ്രോട്ട് അബൌട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ പിന്നെ റെക്കമെൻഡേഷൻസ് എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് പെട്ടെന്ന് വായിച്ച് നോക്കുക. ഓക്കെ, പിന്നെ അടുത്തത് ലോജിക്കൽ റീസണിങ് ആണ്. സോ ലോജിക്കൽ റീസണിങ്ങിൽ ഫാലസി റിലേറ്റഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓരോ ഷിഫ്റ്റിലും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫാലസി, അതുപോലെ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ, ലോജിക്കൽ ഇക്വാലൻസ്. അപ്പോൾ ഈ എല്ലാ ഭാഗവും ഇതിന് നമ്മൾ വീഡിയോസ് അധികം ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വേറെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഓക്കെ, അപ്പോൾ ഈ 3 ടോപ്പിക് കേട്ടോ. ഇനി അടുത്തത് DI
പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ RC ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, അതൊരു ഈസി ടു മോഡറേറ്റ് ലെവലാണെന്ന് പറയുന്നു. അപ്പോൾ DA ക്വസ്റ്റ്യൻസ് എന്താ പറയുക RC ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഞാൻ 250 PYQ സീരീസിലെ മെത്തേഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കാണുക കേട്ടോ, ടൈം ഉണ്ടെങ്കിൽ കാണുക, കാരണം ഇനിയിപ്പോൾ എക്സാം ആവാറായല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 10 യൂണിറ്റ്സ് ഇന്ന് 25th ജൂണിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷെ ഇന്ന ഏരിയാസ് നിന്നാണ് വന്നിരിക്കുന്നത് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ വർഷം, അതായത് നമ്മുടെ ജാനുവരി എക്സാമിനും കഴിഞ്ഞ ജൂണിലെ എക്സാമിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും മാച്ച് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.